ലീഗൽ പ്രിസത്തിലേക്ക് സ്വാഗതം. നിലം തരംമാറ്റം ഒരു സീക്രട്ട് പറഞ്ഞു തരാം. ഷെയർ ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ നിലമായി കിടക്കുന്ന ഭൂമി മിക്കവാറും നെൽകൃഷി ചെയ്യാതെ ഇട്ടിരിക്കുകയാണ്. അത് സൗജന്യമായി തരം മാറ്റുന്നതിന് നിയമം അനുവദിച്ചിരുന്നു. എന്നാൽ അത് എടുത്തു കളയുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളും കൂടാതെ ഒരു സീക്രട്ടും ലീഗൽ പ്രിസം ചാനലിന്റെ വ്യൂവേഴ്സിന് മാത്രമായി പറഞ്ഞു തരാം. ഇത് മറ്റാർക്കും ഷെയർ ചെയ്യരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേ DC. നിലം തരംമാറ്റത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് പാസാക്കിയപ്പോൾ വന്ന ഒരു വ്യവസ്ഥയാണ് നെൽവയൽ നികത്തുന്നത് ക്രിമിനൽ കുറ്റമാക്കി എന്നത്. ഇപ്രകാരം നെൽവയൽ പരിവർത്തനപ്പെടുത്തിയവർക്ക് പിഴയടച്ച് ആ ക്രിമിനൽ കേസിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു പ്രൊവിഷൻ ആ നിയമത്തിൽ 30/12/2017 കൊണ്ടുവന്നു. ഈ 30/12/2017 ചില പ്രത്യേകതകളുണ്ട്. ഇവിടെ പിഴ എന്നല്ല നിയമത്തിൽ പറയുന്നത്, ഫീസ് എന്നാണ്. കാരണം ഡേറ്റാ ബാങ്ക് എന്ന രേഖയിൽ ഉൾപ്പെട്ട ഭൂമിക്ക് മാത്രമേ ക്രിമിനൽ കേസ് ബാധകമാകൂ. ഡേറ്റാ ബാങ്കിൽ പെടാത്ത എന്നാൽ BTRൽ നിലമായ പാടങ്ങളും ചതുപ്പുകളുമാണ് ഇപ്രകാരം ഫീസ് അടച്ച് തരം മാറ്റിയിരുന്നത്. ഇങ്ങനെ ഈടാക്കുന്ന ഫീസ് നമ്മുടെ നാട്ടിലെ നെൽകൃഷിയുടെ പ്രോത്സാഹനത്തിനും പാടശേഖരങ്ങളുടെ പരിപോഷണത്തിനും മാത്രമേ ഉപയോഗിക്കാവൂ. അത് കാർഷിക വികസന ഫണ്ടിലാണ് സൂക്ഷിക്കുന്നത്. ഇതിനെ കാർഷിക അഭിവൃദ്ധി ഫണ്ട് എന്നാണ് പറയുന്നത്. ഇത് വകം മാറ്റി ചെലവഴിക്കാൻ കഴിയില്ല. പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം സർക്കാരിന്റെ ഈ ഫണ്ടിൽ 2202 കോടി രൂപയുണ്ട്. പക്ഷേ അത് നെൽകൃഷിയുടെ അഭിവൃദ്ധിക്കും ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയുടെ പരിപോഷണത്തിനും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനും വിനിയോഗിക്കുന്നതായി അറിയപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെല്ലാം നെൽപ്പാടങ്ങൾ ആരും തിരിഞ്ഞു നോക്കാതെ കാട് കയറി നശിച്ചു പോകുന്നതായാണ് കാണുന്നത്. പ്രാദേശിക നിരീക്ഷണ സമിതി ഇത്തരം കൃഷി ഉപേക്ഷിച്ച പാടങ്ങൾ പരിപോഷിപ്പിച്ച് കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കണമെന്നാണ് നിയമം പറയുന്നത്. ഇതൊന്നും ഇവിടെ ഫലപ്രദമായി നടക്കാത്ത സാഹചര്യത്തിൽ ജനഹിതം മാനിച്ച് ഈ കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്കുള്ള ഫീസ് എന്ന നിലയിൽ വാങ്ങുന്ന ഫീസ് ഇല്ലാതാക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നു. അപ്പോൾ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു. ഭൂ ഉടമകളെ രണ്ടായി തിരിക്കുക: ചെറുകിട ഭൂ ഉടമകളും വൻകിട ഭൂ ഉടമകളും. അങ്ങനെ 25 സെന്റ് വരെ കൈവശം വയ്ക്കുന്നവരെ ചെറുകിട ഭൂ ഉടമകളെന്നും 25 സെന്റിന് മുകളിൽ നെൽപ്പാടം കൈവശം വയ്ക്കുന്നവരെ വൻകിട ഭൂ ഉടമകളെന്നും തരം തിരിച്ചു. അത് പ്രകാരം 25 സെന്റ് വരെ ഭൂമി കൈവശം വയ്ക്കുന്ന ചെറുകിട ഭൂ ഉടമകൾക്ക് സൗജന്യമായി നെൽവയൽ തരം മാറ്റാമെന്ന തീരുമാനം സർക്കാർ എടുത്തു. 25/2/2021 ഇതിന് സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകിയത്. അങ്ങനെ നൽകിയപ്പോൾ ഇനി പറയുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ നിലവിൽ വന്നു. 1. 25 സെന്റ് വരെ ഉള്ളവർക്ക് സൗജന്യമായി നെൽവയൽ തരം മാറ്റാം. 2. എന്നാൽ ഇവർ 25/2/2021 മുൻപ് തരംമാറ്റത്തിന് അപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് യാതൊരു സൗജന്യവും ഇല്ല. അവർ മൊത്തം ഫീസും അടയ്ക്കണം. 3. അതുപോലെ 30/12/2017 മുൻപ് ഒന്നായി കിടന്ന നെൽപ്പാടം ഭാഗിച്ച് 25 സെന്റോ അതിന് താഴെ വരുന്ന പ്ലോട്ടുകളോ ആക്കിയതോ ആണെങ്കിൽ ആ പ്ലോട്ടിന് അത് 1 സെന്റ് ആണെങ്കിൽ പോലും മുഴുവൻ ഫീസും അടയ്ക്കണം. ഈ 30/12/2017 എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അന്നാണ് നെൽവയൽ നിയമത്തിലെ സെക്ഷൻ 27A കൂട്ടിച്ചേർത്തത്. അതിനുശേഷമാണ് ഫീസ് ഒടുക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നത്. അന്ന് പൂർണ്ണമായ ഫീസാണ് എല്ലാവരും ഒടുക്കിക്കൊണ്ടിരുന്നത്. ലക്ഷങ്ങളാണ് ഇപ്രകാരം സർക്കാരിന്റെ ഫണ്ടിലേക്ക് ഒഴുകി വന്നത്. 25/2/2021 25 സെന്റ് വരെയുള്ള സൗജന്യം കൊണ്ടുവന്നത്. അതാണ് ഇപ്പോൾ നിർത്തലാക്കാൻ പോകുന്നത്. 25/2/2021 മുൻപ് ഫയൽ ചെയ്തിരുന്ന അപേക്ഷകളിൽ അന്നത്തെ നിരക്കിലുള്ള മുഴുവൻ ഫീസും കൊടുക്കേണ്ടതായി വന്നു. ഈ 25 സെന്റിന് താഴെയുള്ള ചെറുകിട ഭൂ ഉടമകൾക്ക് അനുവദിച്ചിരുന്ന സൗജന്യം സർക്കാർ പിൻവലിക്കുകയാണ് എന്ന് വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്നും വിവരം ലഭിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. സൗജന്യം പിൻവലിക്കുമ്പോൾ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗജന്യം അവസാനിക്കും. അങ്ങനെ വരുമ്പോൾ നിലവിലെ ഫീസ് നിരക്കായ 20% ന്യായവില അത് തൊട്ടടുത്ത പുരയിടത്തിന്റെ ന്യായവിലയാണ്. അത് ഫീസായി നൽകേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഭീമമായ തുക വരുന്നതാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഇനി നെൽവയൽ നികത്തുന്നത് വളരെ ദുഷ്കരമാകും. ഇതിനെ അതിജീവിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഇപ്പോൾ തന്നെ ഫോറം 6 ഒരു അപേക്ഷ ഫയൽ ചെയ്തിരുന്നാൽ നമുക്ക് ഫീസ് ഘടന മാറിയാലും നിലവിലെ സൗജന്യം ക്ലെയിം ചെയ്യാം. കാരണം ഇന്ത്യയിൽ ടാക്സ് പ്ലാനിംഗ് ഒരു കുറ്റമല്ല, എന്നാൽ ടാക്സ് ഇവേഷൻ ഒരു ക്രിമിനൽ കുറ്റമാണ്. ഈ സീക്രട്ടാണ് മറ്റാരോടും ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നത്.
ഇത് ലീഗൽ പ്രിസം സബ്സ്ക്രൈബേഴ്സ് മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി. ഇതിൽ ലീഗൽ പ്രിസം സബ്സ്ക്രൈബേഴ്സിന് സംശയമുണ്ടെങ്കിൽ ലീഗൽ പ്രിസത്തിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ മൊബൈൽ നമ്പർ അറിയാമല്ലോ. ഇത് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, 2,80,000 അപേക്ഷകൾ ഇപ്പോൾ സർക്കാരിന്റെ മുന്നിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. വീട് വയ്ക്കുന്നതുൾപ്പെടെ, മക്കളുടെ വിവാഹം ഉൾപ്പെടെ, രോഗചികിത്സയിൽ വന്ന കടം വീട്ടുന്നതുൾപ്പെടെ എത്രയോ സ്വപ്നങ്ങൾ വീട്ടേണ്ടതാണ് ഈ സൗജന്യ തരംമാറ്റം ഉത്തരവ് കിട്ടിയിട്ട്. എല്ലാവരുടെയും സ്വപ്നങ്ങൾ പൂവണിയട്ടെ. ലീഗൽ പ്രിസത്തിനൊപ്പം സഞ്ചരിക്കുന്നതിന് നന്ദി. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേ DC.